കോഓപ്പറേറ്റീവ് റൂട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകരണ ബാങ്ക് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സീരീസിന്റെ 5ാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ വർക്കൗട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് പറയട്ടെ, ഞങ്ങളുടെ ബ്രഹ്മാസ്ത്രം സീരീസ് ഇഷ്ടപ്പെട്ട് ഞങ്ങളോടൊപ്പം തുടരുകയും റെസ്പോൺസ് അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. പാർട്ട് 5, ക്വസ്റ്റ്യൻ നമ്പർ 49. ദ ടേം ഫൈൻഡ് റെഫീസന്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ റിപ്പോർട്ട് ഓഫ്. നമുക്ക് അതിന്റെ മലയാളം പറയാം. ഫൈൻഡ് റെഫീസൻ എന്ന് പറയുന്ന കൺക്ലൂഷനോട് കൂടി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ആരാണ്? ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ കാർവേ റിപ്പോർട്ട്, ഓപ്ഷൻ ബി നിക്കോൾസൺസ് റിപ്പോർട്ട്, ഓപ്ഷൻ സി ഡൂപ്പർനിക്സ് റിപ്പോർട്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമുക്ക് ആൻസർ പറയാം. ആൻസർ ഓപ്ഷൻ ബി നിക്കോൾസൺസ് റിപ്പോർട്ട്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഫെഡറിക് നിക്കോൾസൺ ആണ്. അദ്ദേഹം ആരാണെന്ന് അറിയാലോ, ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഫാദർ ആണ്. അതുപോലെ തന്നെ നിക്കോൾസന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്, അതായത് 2 ഘട്ടമായിട്ടാണ് അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. 1895-ലും 1897-ലുമായിട്ടാണ് അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 50. ആൾ ദ enthusiasm ഇൻ ദ വേൾഡ് വിൽ നോട്ട് ബി ഇനഫ് അൺലെസ് വി ഹാവ് ട്രെയിൻഡ് പേഴ്സണൽ ടു റൺ കോഓപ്പറേറ്റീവ്സ്. ഹു സെഡ് ദിസ് സ്റ്റേറ്റ്മെന്റ്? നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിന്റെ മലയാളം ഒന്ന് നോക്കാം. അതായത് എന്തെല്ലാം താല്പര്യങ്ങളും എന്തെല്ലാം ഇതിനോടുള്ള ആവേശം ഉണ്ടെങ്കിലും ഒരു കോഓപ്പറേറ്റീവ് അല്ലെങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി സക്സസ് ആവണമെങ്കിൽ അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ജോലിക്കാർ വേണം. ഇത് ഈ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ആര് പറഞ്ഞ കോട്ടാണ്? നമുക്ക് നോക്കാം ഓപ്ഷനുകൾ. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി റോബർട്ട് ഓവൻ, ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ഡി കാൾവർട്ട്. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഓക്കെ ഇല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 51. ക്രാഫി കാർഡ് വാസ് ചെയേർഡ് ബൈ. അതായത് ക്രാഫി കാർഡ് എന്ന് പറയുന്ന കമ്മിറ്റിയുടെ ഹെഡ് അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ ഓപ്ഷനുകളിൽ പറഞ്ഞിരിക്കുന്ന ആരാണ്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ഡി ഗോർവാല, ഓപ്ഷൻ ബി DG കാർവേ, ഓപ്ഷൻ സി AM ഖുഷ്റോ, ഓപ്ഷൻ ഡി ബി ശിവരാമൻ. ആൻസർ ഓപ്ഷൻ ഡി ബി ശിവരാമൻ. നമ്മൾ ഈ ക്രാഫി കാർഡ് കമ്മിറ്റിയെ വിളിക്കുന്നത് ശിവരാമൻ കമ്മിറ്റി എന്നുകൂടിയാണ്, അല്ലയോ? ഈ ക്രാഫി കാർഡിന്റെ എക്സ്പാൻഷൻ എല്ലാവരും പഠിച്ചു വെക്കണം. അതായത് ക്രാഫി കാർഡിന്റെ ആ ഓരോ ലെറ്ററും എന്തിനെ സൂചിപ്പിക്കുന്നെന്ന് ഒന്ന് പഠിച്ചു വെച്ചാലും മതി. അതായത് ഇങ്ങനെ പഠിച്ചു വെക്കാം നിങ്ങൾക്ക്. ക്രാഫി കാർഡിന്റെ സി ഫോർ കമ്മിറ്റി, R റിവ്യൂ, A അറേഞ്ച്മെന്റ്, F ഫോർ, I ഇൻസ്റ്റിറ്റ്യൂഷൻ, C ക്രെഡിറ്റ്, A അഗ്രികൾച്ചർ, R റൂറൽ, D ഡെവലപ്മെന്റ്. ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് അതിന്റെ സെന്റൻസ് ഇങ്ങനെയാണ് പറയുന്നത്: കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ക്ലിയർ ആയോ? നീണ്ട ഒരു എക്സ്പാൻഷൻ ആയതുകൊണ്ട് നിങ്ങൾ അതിന്റെ ഓരോ ലെറ്ററും എന്തിനെ സൂചിപ്പിക്കുന്നെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 52. ദ റെസിപ്റ്റ് ബുക്ക് ഓഫ് എ സൊസൈറ്റി നീഡ്സ് ടു ബി റീറ്റെയിൻഡ് ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ. നമുക്ക് അതിന്റെ മലയാളം പറഞ്ഞു നോക്കാം. ഒരു സൊസൈറ്റിയുടെ റെസിപ്റ്റ് ബുക്കുകൾ സൊസൈറ്റിയിൽ എത്ര കാലത്തിൽ കൂടുതൽ വെക്കാം? ടു ബി റീറ്റെയിൻഡ് ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ, എത്ര കാലത്തിൽ കൂടുതൽ വെക്കാം? അതാണ് ഓപ്ഷനുകൾ ഒന്ന് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 3 ഇയർ, ഓപ്ഷൻ ബി 5 ഇയർ, ഓപ്ഷൻ സി 10 ഇയർ, ഓപ്ഷൻ ഡി 12 ഇയർ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 10 ഇയർ. ഓക്കെ ഇല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 53. എവറി സൊസൈറ്റി ഷാൾ സബ്മിറ്റ് ടു ദ രജിസ്ട്രാർ ആനുവലി വിത്തിൻ സച്ച് ടൈം ആസ് ഹി മേ ഡയറക്റ്റ് എ കോപ്പി ഓഫ് ദ R&D സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും, ആനുവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാ വർഷവും ഒരു സൊസൈറ്റിയുടെ റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റും പി ആൻഡ് എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും രജിസ്ട്രാർ മുമ്പാകെ എല്ലാ വർഷവും വെക്കണമെന്നുണ്ട്. അത് പക്ഷേ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആര് സർട്ടിഫൈ ചെയ്തതായിരിക്കണം? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ദ പ്രസിഡന്റ്, ഓപ്ഷൻ ബി സെക്രട്ടറി, ഓപ്ഷൻ സി സെക്രട്ടറി ആൻഡ് 2 ഡയറക്ടേഴ്സ്, ഓപ്ഷൻ ഡി ദ കമ്മിറ്റി. ആൻസർ ഏതായിരിക്കും? ദ കമ്മിറ്റി. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മാനേജിംഗ് കമ്മിറ്റി. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. ചിലപ്പോൾ ഇത്രയും ലെങ്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകാതെ വരും. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പറയാം. എല്ലാ സൊസൈറ്റികളും എല്ലാ വർഷവും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയ R&D സ്റ്റേറ്റ്മെന്റും പി ആൻഡ് എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എന്ത് ചെയ്യണം? രജിസ്ട്രാർക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. അത് പക്ഷെ ആര് സർട്ടിഫൈ ചെയ്തതായിരിക്കണം? ആദ്യം അത് മാനേജിംഗ് കമ്മിറ്റി സർട്ടിഫൈ ചെയ്തതായിരിക്കണം. ഓക്കെ ഇല്ലയോ? ക്ലിയർ ആയില്ലയോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 54. വെയർ ദ പ്രസിഡന്റ് ഡിസയർ ടു ടെൻഡർ ഹിസ് റെസിഗ്നേഷൻ, ദ ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ഷാൽ ബി പ്ലേസ്ഡ് ബിഫോർ ദി. നമുക്ക് ആ ക്വസ്റ്റ്യന്റെ മലയാളം ഒന്ന് നോക്കാം. അതായത് പ്രസിഡന്റ് റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അയാളുടെ റെസിഗ്നേഷൻ ലെറ്റർ ആർക്ക് മുമ്പാകെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ സെക്രട്ടറി, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി വൈസ് പ്രസിഡന്റ്, ഓപ്ഷൻ ഡി കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ ഡി കമ്മിറ്റി. അതായത് മാനേജിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ വേണം ഒരു പ്രസിഡന്റിന് റിസൈൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ റെസിഗ്നേഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 55. സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓൺ ക്രെഡിറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദി. അതിന്റെ മലയാളം ഇങ്ങനെയാണ്. സ്ക്രാപ്പ് വിൽക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ആക്രി സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിലുള്ള ആക്രി സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ, അതും കടത്തിന് വിൽക്കുകയാണെങ്കിൽ ഇത് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. സെയിൽസ് ബുക്ക്, സെയിൽസ് അക്കൗണ്ട്, ജേണൽ പ്രോപ്പർ, സ്റ്റോർസ് അക്കൗണ്ട്. ആൻസർ ഓപ്ഷൻ സി ജേണൽ പ്രോപ്പർ. നിങ്ങൾ നോക്കേ, സെയിൽസ് ബുക്കിൽ എഴുതുന്നത് ഒരു ബിസിനസ്സിലെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ക്രെഡിറ്റ് സെയിലുകൾ എഴുതാൻ വേണ്ടിയാണ് സെയിൽസ് ബുക്ക് എഴുതുന്നത്. സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽ വരുന്നതാണ്. എന്നാൽ ഈ സ്ക്രാപ്പ് പോലെയുള്ള കാര്യങ്ങൾ എഴുതാൻ സ്പേസ് ഇല്ലാത്ത ട്രാൻസാക്ഷൻസ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോർസ് അക്കൗണ്ട്. അത് സ്റ്റോറുമായി ബന്ധപ്പെട്ട സ്റ്റോർസിൽ ഇരിക്കുന്ന സാധനങ്ങൾ വിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് എഴുതാനാണ് സ്റ്റോർസ് അക്കൗണ്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ജേണൽ പ്രോപ്പർ എന്താണെന്ന് അറിയാലോ. അതായത് ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു എൻട്രി എഴുതാൻ മറ്റെങ്ങും സ്ഥലമില്ലെങ്കിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ബുക്കാണ് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ക്ലോസിംഗ് എൻട്രി, ഓപ്പണിംഗ് എൻട്രി, അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പോലെയുള്ളതൊക്കെ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്നത് ജേണൽ പ്രോപ്പർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 56. ഡാഷ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലാത്തത് ഏതാണ്? നമുക്ക് ഓപ്ഷനുകൾ ഒന്ന് നോക്കാം. ഓപ്ഷൻ എ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഓപ്ഷൻ ബി പ്രീമിയം റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഓപ്ഷൻ സി പ്രോഫിറ്റ് അറ്റ് ദ ടൈം ഓഫ് റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്, ഓപ്ഷൻ ഡി പ്രോഫിറ്റ് ആസ് പെർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നോക്കാം, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ആൻസറിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്. അതായത് നിങ്ങൾക്കറിയാം ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഫിക്സഡ് അസറ്റുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ലോങ് ടേം ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെയുള്ള ലോങ് ടേം ആയിട്ടുള്ള അസറ്റുകളും ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റല്, ബോറോയിങ്സ്, ഈ വക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അറിയാമല്ലോ, അതായത് ലോങ് ടേം അസറ്റുകളിൽ നിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ലോങ് ടേം ആയിട്ടുള്ള ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പം അതിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലാഭങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്നതല്ല
ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്ലിയർ ആയോ? ഡേ ടു ഡേ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മൾ എവിടെ എഴുതത്തുള്ളൂ? പി ആൻഡ് എൽ അക്കൗണ്ടിൽ എഴുതുന്നത്. നമ്മുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ ഏത് വരത്തില്ല? ഡേ ടു ഡേ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടത് കിട്ടുന്ന പ്രോഫിറ്റുകളൊന്നും അതിൽ വരത്തില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസർ ഏതായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി, പ്രോഫിറ്റ് ആസ് പെർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കാരണം ഡേ ടു ഡേ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ കിട്ടുന്നത്. അല്ലയോ? ആൻസർ ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ക്വസ്റ്റ്യൻ നമ്പർ 57. ആൾ ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദി. അതായത് ക്യാഷും നോൺ ക്യാഷുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എഴുതുന്നത് എവിടെയാണ്? നമുക്ക് ഓപ്ഷനുകളൊന്ന് നോക്കാം. ക്യാഷ് ബുക്ക്, ഡേ ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന നിങ്ങൾ 2 പ്രാവശ്യം ഒന്നുകൂടെ വായിച്ചു നോക്കണം. ക്യാഷും നോൺ ക്യാഷും എന്ന് പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഡേ ബുക്ക്. എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, ക്യാഷ് ബുക്കിലല്ലയോ എന്ന്. ക്യാഷ് ബുക്കിൽ ക്യാഷുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് മാത്രമേ എഴുതൂ. ഇത് അതല്ല ചോദിച്ചിരിക്കുന്നത്, ക്യാഷും ക്രെഡിറ്റുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. അത് എഴുതുന്നത് ഡേ ബുക്കിലാണ്. ഓക്കെ അല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 58. ദ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ, അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം നോക്കുക, FIU ഇൻഡ് വാസ് സെറ്റപ്പ് ഇൻ. ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് കള്ളപ്പണം ഉണ്ടാകുന്നെങ്കിലോ സാമ്പത്തിക മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തുന്നെങ്കിലോ ഇല്ലീഗലായിട്ടുള്ള സാമ്പത്തിക ട്രാൻസാക്ഷൻസ് ഇടപാടുകൾ നടത്തുന്നെങ്കിലോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഉള്ള ഒരു ഏജൻസിയാണ് ഏതെന്ന് പറയുന്നത്? ദ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് എന്നാണ് നമ്മുടെ രാജ്യത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ 2008, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2004, ഓപ്ഷൻ ഡി 2010. ആൻസർ ഓപ്ഷൻ സി 2004. ഈ ഓർഗനൈസേഷനെ പറ്റി അല്ലെങ്കിൽ ഈ ഏജൻസിയെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? നിങ്ങൾക്കറിയാലോ, ആന്റി മണി ലോണ്ടറിങ് ആക്ട് എന്നാ വന്നിരുന്നത് 2002 അതിന്റെ ഭാഗമായിട്ടാണ് 2004 ഇങ്ങനെ ഒരു ഏജൻസിയെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ അല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 59. ഡാഷ് ആർ ബോണ്ട് ദാറ്റ് ആർ റേറ്റഡ് ബിലോ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് ആൻഡ് ആർ കൺസിഡേർഡ് ഹൈ റിസ്ക് സെക്യൂരിറ്റീസ്. നമുക്ക് അതിന്റെ മലയാളം ഒന്ന് നോക്കാം. അതായത് ഈ ഓപ്ഷനുകളിൽ പറഞ്ഞിരിക്കുന്ന ഏത് ബോണ്ടാണ്, അതാണ് അതിൽ പറയുന്നത്. ഡാഷ് ആർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനുകളിൽ പറഞ്ഞിരിക്കുന്ന ഏത് ബോണ്ടാണ് റേറ്റഡ് ബിലോ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ്. അതായത് റേറ്റിംഗ് കൊടുക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മൾ റേറ്റിംഗ് നോക്കും. അതില് ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡിന്റെ റേറ്റിംഗിൽ താഴെ നിൽക്കുന്നതും അതുപോലെ തന്നെ ഹൈ റിസ്ക് ഉള്ളതും അവർ ആ ക്വസ്റ്റ്യനകത്ത് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ, ഹൈ റിട്ടേൺ ഉള്ളതും. മനസ്സിലായോ? 3 കാര്യങ്ങളാണ് പറയുന്നത്. ഏതൊക്കെയാ? ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ്, ഹൈ റിസ്ക്, അതുപോലെ തന്നെ ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ. ഈ 3 കാര്യങ്ങൾ നോക്കും ഒരു ബോണ്ടിന്റെ കാര്യത്തില്, ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ നോക്കും. അപ്പോഴത് ഏതൊക്കെയാ നോക്കുന്നതെന്ന് പറഞ്ഞേ, അത് 3 എണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഏതൊക്കെയാ? ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ്, ഹൈ റിസ്ക്, ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ. ഇതില് ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡിൽ ബിലോ ആണെങ്കിൽ, അതുപോലെ തന്നെ ഹൈ റിസ്ക് ആണെങ്കിൽ, ഇതിന്റെ കൂടെ തന്നെ പറയുന്നതാണ് ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ ആണെങ്കിൽ, അങ്ങനെ പറയുന്ന ബോണ്ട് ഈ ഓപ്ഷനുകളിൽ തന്നിരിക്കുന്ന ഏതാണ്? ഓപ്ഷൻ എ റിസ്ക് ബോണ്ട്, ഓപ്ഷൻ ബി ഹാർഡ് ബോണ്ട്, ഓപ്ഷൻ സി നോർമൽ ബോണ്ട്, ഓപ്ഷൻ ഡി ജങ്ക് ബോണ്ട്. ആൻസർ ഓപ്ഷൻ ഡി ജങ്ക് ബോണ്ട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ ആയിരിക്കും. എന്നാൽ ഇതിന് എന്ത് കാണത്തില്ല? ക്രെഡിറ്റ് റേറ്റിംഗ് കാണത്തില്ല. ക്രെഡിറ്റ് റേറ്റിംഗ് ഒരു തരത്തിലും നടത്താൻ പറ്റത്തില്ല. കാരണം ഇത് ജങ്ക് ബോണ്ട് ആയതുകൊണ്ട്. ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മേടിച്ചാൽ നമുക്കതിൽ നിന്ന് ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും, പക്ഷേ റിസ്ക് കൂടുതലായിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 60. ഇന്റർനെറ്റ് ബാങ്കിങ് ഈസ് ആൾസോ നോൺ ആസ്. അതായത് ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു പേരെന്താണ്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം.
ഓപ്ഷൻ എ വെർച്വൽ ബാങ്കിങ്, ഓപ്ഷൻ ബി യൂണിറ്റ് ബാങ്കിങ്, ഓപ്ഷൻ സി മാസ് ബാങ്കിങ്, ഓപ്ഷൻ ഡി യൂണിവേഴ്സൽ ബാങ്കിങ്. ആൻസർ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ എ വെർച്വൽ ബാങ്കിങ്. അതായത് നമ്മൾ നെറ്റ് ബാങ്കിങ് എന്ന്, ഓൺലൈൻ ബാങ്കിങ് എന്ന്, അതുപോലെ വെർച്വൽ ബാങ്കിങ് എന്നൊക്കെ വിളിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. എന്നാൽ യൂണിറ്റ് ബാങ്ക് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. അതായത് ബ്രാഞ്ചസ് ഒന്നും ഇല്ലാത്ത ബാങ്കാണ്. ഒരു സിംഗിൾ ഓഫീസിൽ കൺഫൈൻ ചെയ്തുകൊണ്ട് ബിസിനസ് നടത്തുന്ന ബാങ്കാണ് യൂണിറ്റ് ബാങ്ക്. മാസ് ബാങ്കിങ് എന്ന് പറയുമ്പം ഒരു മാസ് പീപ്പിളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നടത്തുന്ന ബാങ്കിങ് ആണ് മാസ് ബാങ്കിങ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ബാങ്കിങ് എന്ന് പറഞ്ഞാലോ എല്ലാ ആക്ടിവിറ്റീസും ഒരു കുടക്കീഴിൽ നടത്തുന്ന ബാങ്കാണ് യൂണിവേഴ്സൽ ബാങ്കിങ്. അതായത് ലോങ് ടൈം ലോൺ കൊടുക്കും, ലോങ് ടൈം ഡെപ്പോസിറ്റ് സ്വീകരിക്കും, മീഡിയം ടൈം ലോണുകൾ കൊടുക്കും, മീഡിയം ടൈം ഡെപ്പോസിറ്റ് സ്വീകരിക്കും, ബിസിനസ്സുകാർക്ക് ലോണുകൾ കൊടുക്കും, അതുപോലെ തന്നെ അഡ്വൈസറി സർവീസ് കൊടുക്കും. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും ഒരു കുടക്കീഴിൽ ചെയ്യുകയാണെങ്കിൽ അതാണ് യൂണിവേഴ്സൽ ബാങ്കിങ്. ക്ലിയർ ആയോ? അപ്പൊ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു പേര് ഏതാണ്? വെർച്വൽ ബാങ്കിങ്. നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷൻ വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.